അപ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞ കാര്യം ഒരു നിലക്കും പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോട് ചേർത്ത് വെക്കാൻ പറ്റാത്ത ഒരു പുത്തൻ വാദമാണെന്ന് ഇവിടെ ബോധ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ മാസം നമ്മോട് വിട പറയാനിരിക്കുകയാണ്. അതിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം കൊണ്ടും ലൈലത്തുൽ ഖദർ കൊണ്ടും വിജയിക്കുന്ന അവൻ്റെ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്ർ എന്നുള്ളത്. ഈ വർഷം ഈദുൽ ഫിത്ർ വെള്ളിയാഴ്ചയാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതോടൊപ്പം വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നാൽ അന്ന് വെള്ളിയാഴ്ച ജുമുഅ വേണ്ട എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ ചില ഭാഗങ്ങളിലായി കേൾക്കപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? നമുക്ക് ഈ വിഷയത്തെ ഒന്ന് വിശകലനം ചെയ്ത് പരിശോധിക്കാം. അതെ, ഈ വിഷയം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പെരുന്നാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ വന്നാൽ വെള്ളിയാഴ്ച ജുമുഅ വേണ്ട, മറിച്ച് പെരുന്നാൾ നിസ്കാരം മാത്രം മതി എന്നാണ് വഹാബികൾ പറയുന്നത്. സത്യത്തിൽ വിശ്വാസികളുടെ ഇബാദത്തിനെ നശിപ്പിക്കുകയാണ് വഹാബികൾ ഇവിടെ ചെയ്യുന്നത്. ശരിയാണ്, ഇത് വഹാബികളുടെ പൊതുവായൊരു സ്വഭാവമാണ്. ഇസ്ലാമിലെ ഏതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളെയും എതിർത്ത് സംസാരിക്കലാണ് അവരുടെ ഒരു രീതി. അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കലും ഇസ്ലാമിനെ തച്ച് തകർക്കലുമാണ് അവർ ചെയ്യുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരത്തെ തന്നെ അവർ ഫസാദാക്കുന്നത് കാണാൻ സാധിക്കും. കീവായി പുറപ്പെടൽ കൊണ്ട് വുളു മുറിയുകയില്ല എന്നും ദുർഗന്ധമുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ശബ്ദത്തോടു കൂടെ പുറപ്പെട്ടാൽ മാത്രമാണ് വുളു മുറിയുന്നതെന്നും അവർ വാദിക്കുന്നു. അതുപോലെ തന്നെ നിസ്കാരത്തിൽ കൈകെട്ടുന്ന രൂപത്തിലും അവർ വ്യത്യസ്തമായ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർക്ക് ആർക്കും തന്നെ പരിചയമില്ലാത്ത ഒരു രീതിയാണ് അവർ പിൻപറ്റുന്നത്. അതുപോലെ തന്നെ അത്തായ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ സുബ്ഹ് ബാങ്ക് കേട്ടാൽ തൻ്റെ പാത്രത്തിലുള്ളത് മുഴുവൻ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നോമ്പിനെയും ഫസാദാക്കി. അതിലെല്ലാം ഉപരി പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശപ്പെട്ട സക്കാത്ത് പണം സംഘടനാ ആവശ്യങ്ങൾക്കും മറ്റും അവർ ഉപയോഗിക്കുന്നതായും കാണാം. ഇപ്പോൾ ഇതാ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ ജുമുഅ വേണ്ട എന്ന പ്രചാരണവുമായി അവർ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിക ഷിയാറിനെയും അള്ളാഹു ബഹുമാനിച്ചതിനെയും തച്ച് തകർക്കുക എന്നതാണ് അവരുടെ അജണ്ട. ശരിയാണ്, അവർ ഏതൊരു കാര്യത്തെയും മുടക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ തന്നെ പെരുന്നാൾ വെള്ളിയാഴ്ച ദിവസം വന്നാൽ വെള്ളിയാഴ്ച ജുമുഅ വേണ്ട എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് നാം ആദ്യം പരിശോധിക്കേണ്ടത് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞു എന്നുള്ളതാണ്. അതെ, കേരളത്തിലെ മുഖ്യധാര മുസ്ലിമീങ്ങളും പിന്തുടരുന്നത് രണ്ട് മദ്ഹബുകളാണ്. ഇതിൽ തന്നെ ശാഫിഈ മദ്ഹബിന്റെ നിലപാട് വ്യക്തമാണ്. പെരുന്നാൾ വെള്ളിയാഴ്ച ദിവസം വന്നാൽ അന്ന് നിർബന്ധമായും ജുമുഅ നിസ്കരിക്കണം. എന്നാൽ ദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ചില ആളുകളുണ്ട്, അവർക്ക് അവരുടെ പ്രയാസത്തെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ജുമുഅ നിസ്കരിക്കുന്നതിൽ ഇളവ് പറയുന്നുണ്ട്. എന്നാലും അവരും ജുമുഅ നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടി നമുക്ക് ഇവിടെ കാണാം. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം ആർക്കും ജുമുഅയുടെ വിഷയത്തിൽ ഇളവില്ല. വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നാൽ അന്ന് എല്ലാവർക്കും ജുമുഅ നിർബന്ധമാണ് എന്നാണ് ഹനഫി മദ്ഹബിലുള്ളത്. ഇവിടെ ഒരു സംശയം, ആരാണ് ദൂരദിക്കുകളിൽ നിന്നും വരുന്നവർ? എന്താണ് ദൂരദിക്കുകളിൽ നിന്നും എന്നതുകൊണ്ട് മാനദണ്ഡമാക്കുന്നത്? ഒരു നാട്ടിൽ ജുമുഅ നടത്താൻ ആവശ്യമായ ആളുകളുടെ എണ്ണമില്ല. എന്നാൽ തൊട്ടടുത്തുള്ള ജുമുഅ നിർബന്ധമുള്ള നാട്ടിൽ നിന്നും ബാങ്ക് കേൾക്കുന്നതിനാൽ ഇവർക്ക് അവിടെ പോയി ജുമുഅ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഇവിടെ ദൂരദിക്കുകളിൽ നിന്നും വരുന്നവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർക്ക് ജുമുഅയുടെ കാര്യത്തിൽ ഇളവുണ്ട് എന്ന് പറയുന്നത്? നല്ലൊരു ചോദ്യമാണിത്. അവർ ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവരാണല്ലോ. പെരുന്നാൾ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷ ദിവസമാണ്. കുടുംബക്കാരുമൊത്ത് സന്തോഷം പങ്കിടുന്ന ദിവസമാണ് പെരുന്നാൾ. അപ്പോൾ രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഈ നാട്ടിലേക്ക് വരികയും പിന്നീട് അവർ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ജുമുഅക്ക് വേണ്ടി പിന്നീട് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെയല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ ജുമുഅക്ക് വേണ്ടി കാത്തിരിക്കുകയും ജുമുഅയും കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിലും മറ്റും അവർക്ക് ഏർപ്പെടാൻ കഴിയില്ല.
അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഇളവ് അനുവദിക്കുന്നത്. ഇപ്പോൾ വഹാബികൾ പറയുന്ന ഈ ഒരു കാര്യത്തെ ശാഫിഈ മദ്ഹബ് പ്രകാരമോ ഹനഫി മദ്ഹബ് പ്രകാരമോ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇനി വഹാബികൾ അവരുടെ വാദത്തിന് ന്യായമായി കൊണ്ട് പറയുന്നത് അവരുടെ വാദം ഹംബലി മദ്ഹബ് പ്രകാരം ശരിയാണ് എന്നാണ്. എന്നാൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി? ഇല്ല, ഒരിക്കലുമില്ല. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. ഫൈസൽ മൗലവി പറഞ്ഞ കാര്യത്തെ ഒരു നിലക്കും ഹംബലി മദ്ഹബുമായി ചേർത്ത് വെക്കാൻ സാധിക്കില്ല. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇവിടെ ഫൈസൽ മൗലവി പറയുന്ന കാര്യം തീർത്തും നിരർത്ഥകമാണ്. സംഘടിപ്പിക്കൽ നിർബന്ധമായ കാര്യത്തിൽ എങ്ങനെയാണ് പങ്കെടുക്കൽ നിർബന്ധമല്ലാതിരിക്കുക? ഒരു കാര്യം സംഘടിപ്പിക്കൽ നിർബന്ധമായാൽ അതിലുള്ള പങ്കാളിത്തം നിർബന്ധമാണല്ലോ. പിന്നെ എങ്ങനെയാണ് അവിടെ സംഘടിപ്പിക്കൽ നിർബന്ധവും പങ്കെടുക്കൽ നിർബന്ധവുമില്ല എന്ന് പറയുക? അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തീർത്തും നിരർത്ഥകമായ കാര്യമാണ്. മറ്റൊന്ന്, ഫൈസൽ മൗലവി ഇവിടെ പറയുന്നത് കമ്മിറ്റിക്കാരുടെ മേൽ നിർബന്ധമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഹംബലി മദ്ഹബിൽ കമ്മിറ്റിക്കാരെ കുറിച്ചല്ല ചർച്ച. ഹംബലി മദ്ഹബിൽ പറയുന്നത് ഇമാമിനെ കുറിച്ചാണ്. ആ ഇമാം ആവട്ടെ കമ്മിറ്റിക്കാർ ശമ്പളം നൽകി നിർത്തപ്പെടുന്ന ഇമാമുമല്ല. അപ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞ കാര്യം ഒരു നിലക്കും പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോട് ചേർത്ത് വെക്കാൻ പറ്റാത്ത ഒരു പുത്തൻ വാദമാണെന്ന് ഇവിടെ ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ഫൈസൽ മൗലവി ഈ വിഷയത്തെ പറയുന്നത്. അതെ, മൗലവി പറയുന്ന ഹദീസ് ഇങ്ങനെയാണ്: ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ വഇന്നാ മുജമ്മിഊൻ. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസ് തന്നെയാണ്. പക്ഷേ മൗലവി ഇവിടെ ഈ ഹദീസിനെ മനസ്സിലാക്കിയെടുത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഫൈസൽ മൗലവി പറഞ്ഞത് പെരുന്നാൾ വെള്ളിയാഴ്ച ദിവസം വന്നാൽ അന്ന് ആർക്കും ജുമുഅ നിർബന്ധമില്ല എന്നാണ്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞത് നാം മുമ്പ് വിശദീകരിച്ചതുപോലെ ദൂരദിക്കുകളിൽ നിന്നും വരുന്ന ആൾക്കാണ് ഇളവുകൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അഹ്ലുൽ ആലിയക്കാർക്കാണ് അന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇളവ് നൽകിയിട്ടുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യത്തെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നിന്നും വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ പെരുന്നാൾ ദിവസവും ജുമഅയും ഒരുമിച്ച് വന്നപ്പോൾ ഖുതുബയിൽ മഹാനവറുകൾ ഇപ്രകാരം പറഞ്ഞതായിക്കൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും: യാ യുഹന്നാസ് ഖദ് ഇജ്തമഅ ഈദാനി ഫീ യൗമികും ഫമൻ അറാദ മിൻ അഹ്ലിൽ ആലിയ അൻ യുസല്ലിയ മഅനൽ ജുമുഅ ഫൽയുസല്ലി വമൻ അറാദ അൻ യൻസരിഫ ഫൽയൻസരിഫ്. ഇന്ന് നിങ്ങളുടെ ഈ ദിവസത്തിൽ രണ്ട് എഴുതുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ആലിയക്കാർ നമ്മോട് കൂടെ ജുമുഅ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് മടങ്ങിപ്പോവാം. ഇവിടെ നിന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് ജുമുഅ നിർബന്ധമില്ല അല്ലെങ്കിൽ മടങ്ങിപ്പോകാമെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അഹ്ലുൽ ആലിയക്കാരോടാണ്, അല്ലാതെ എല്ലാവരോടും ആയിക്കൊണ്ടല്ല മടങ്ങിപ്പോകാം അല്ലെങ്കിൽ ജുമുഅ നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഫൈസൽ മൗലവി പറഞ്ഞ കാര്യം ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. ഇതെല്ലാം മുസ്ലിമീങ്ങളുടെ അമലുകളെ ബാത്തിലാക്കാനും അവരെ നന്മയിൽ നിന്ന് അകറ്റാനുമാണ് പ്രേരിപ്പിക്കുന്നത്. അതെ, ചുരുക്കത്തിൽ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരു ദിവസം വന്നാൽ അന്ന് ജുമുഅ വേണ്ട എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. ഫൈസൽ മൗലവി ഇവിടെ ശ്രമിക്കുന്നത് ഈ ഒരു പുത്തൻ വാദത്തെ ന്യായീകരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉൾക്കൊണ്ട് നന്മ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.